കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കലഹം, അഭിപ്രായ ഭിന്നത, പൊട്ടിത്തെറി. ആഹാ, എന്തന്തസ്സുള്ള മാധ്യമ തലക്കെട്ടുകളാണിത്. സ്വാതന്ത്ര്യാനന്തരം മുതൽ ഇന്ത്യ ഭരിച്ച പാരമ്പര്യമേറെയുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ധാരാളം നേതാക്കളും ഇതിലുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് നേതാക്കൾക്കായാലും പ്രവർത്തകർക്കായാലും അഭിപ്രായ സ്വാതന്ത്ര്യം അതാവോളം ഈ പാർട്ടിയിലുണ്ട് എന്നുള്ളതാണ്. ആ കാര്യം യാതൊരു മടിയും കൂടാതെ ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുറന്നടിക്കുകയും ചെയ്തു. ഉണ്ണിത്താനും സണ്ണി ജോസഫിനും രണ്ടഭിപ്രായമുണ്ടാകും, അതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ പല കോൺഗ്രസ് നേതാക്കൾക്കും രണ്ടഭിപ്രായം തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ അത് നേതാക്കളുടെ അഭിപ്രായം. അതിനപ്പുറത്ത് ഈ അഭിപ്രായങ്ങളെയെല്ലാം കേട്ട സ്ഥിതിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കും. അതാണ് പാർട്ടിയുടെ തീരുമാനം. അതായിരിക്കും അന്തിമമായ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേതാക്കളിൽ സുധാകരൻ അനുകൂലിക്കുമ്പോൾ ചെന്നിത്തലയും മുരളീധരനും തങ്ങളുടെ എതിർപ്പ് അറിയിക്കുകയാണ് ഉണ്ടായത്. അതിനിടയിൽ ഒരു വിഷയത്തിന് രണ്ട് നടപടിയെടുക്കാനാവില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുകയും ചെയ്തു. പക്ഷേ ഇവിടെ സണ്ണി ജോസഫ് പറഞ്ഞത് പാർട്ടിക്ക് പുറത്താണ് ഇന്ന് മാങ്കൂട്ടം എന്നുള്ളതാണ്. അത് പാർട്ടി എടുത്ത തീരുമാനം. ഇനി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. പത്മകുമാറിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെയല്ല. രാഹുൽ മാങ്കൂട്ടം MLA ആയിട്ട് പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് സർക്കാരാണ്, അല്ലാതെ കോൺഗ്രസ് പാർട്ടിയല്ല. കാരണം പ്രതിപക്ഷ MLAക്കെതിരെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രി അടക്കം കൈയാളുന്ന മുഖ്യമന്ത്രി അടങ്ങുന്ന ഒരു സർക്കാരാണ് അത് തെളിയിക്കേണ്ടത്. CPM ഒച്ചയും വിളിയും പ്രതിഷേധവുമായി മാങ്കൂട്ടത്തിനെതിരെ തിരിയുന്നുണ്ടെങ്കിൽ അവിടെ പരാജയം ഈ സർക്കാരാണ്. എന്തേ കഴിഞ്ഞ 3 മാസമായിട്ടും പുറത്തു വന്നൊരു ഓഡിയോ റെക്കോർഡിനെ കുറിച്ച് മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകി ആഘോഷിക്കുകയല്ലാതെ എന്തുകൊണ്ട് ഈ സർക്കാരിന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നില്ല? തീർത്തും ഇത് സർക്കാരിൻ്റെ പരാജയം മാത്രമാണ്. ഇനി ഒറ്റ ചോദ്യം പോലും ഈ വിഷയത്തിൽ ആരും ചോദിക്കണ്ട എന്ന് സണ്ണി ജോസഫ് ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവിനപ്പുറത്ത് KPCC പ്രസിഡന്റായിക്കൊണ്ട് തന്നെ പറയുമ്പോൾ മൂക്കത്ത് കൈവച്ചു പോവുകയാണ് സഖാക്കളും കമ്മിക്കൂട്ടങ്ങളും, അവർക്ക് ഒത്താശ പാടുന്ന മാധ്യമ ശിങ്കിടികളും. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ശരി, ആരാ? അത് ഞങ്ങളൊരു ധാരണയുണ്ട്. അദ്ദേഹത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അവരെ UDFന്റെ അസോസിയേറ്റ് എന്ന നിലയിൽ അവരെ കൂട്ടിച്ചേർക്കും. ഇത്രയും ഗൗരവമുള്ള വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടിട്ട് ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അതാ ഞാൻ ചോദിച്ചത്, അതിനെ ഉത്തരം പറഞ്ഞത്. നിങ്ങൾ ചോദിക്കേണ്ട ആരോടാ? ഗവൺമെൻറ്റിനോടാണ് ചോദിക്കേണ്ടത്. ഇത്രയും ഗൗരവമുള്ളൊരു വിഷയമെന്ന് പറയുന്നതിനടുത്ത് കേസെടുത്തിട്ട് എന്തായെന്നാണ് പറയേണ്ടത്? അതാ ഞാൻ വീണ്ടും അതിന് മറുപടി. ശരി എന്നല്ല ഞാൻ പറഞ്ഞത്. ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെയല്ല, പത്മകുമാറിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെയല്ല. തെളിയിക്കാൻ സർക്കാർ ഒരു പ്രതിപക്ഷ MLAക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സുമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്തു. എന്തുകൊണ്ട് അവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല? അപ്പോൾ ആ പരിമിതി ഞങ്ങൾക്കും ഇല്ലേ? അപ്പോൾ നമ്മൾ തമ്മിൽ സമ്മതിച്ചല്ലോ, ആ പരിമിതി നമുക്കും ഇല്ലേ? അതൊന്നും പുതിയതൊന്നുമില്ല. അത് രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ആ കേസിലേക്ക് മാത്രമായിട്ട് പോകുന്നില്ല. ഇല്ല പറഞ്ഞിട്ടുണ്ട്. ഞാനൊരാൾ പറഞ്ഞതിനും തള്ളൂല, അതും കൂടി പരിഗണിക്കും. മുൻവിധിയോടെ അല്ല കാണുന്നത്. ഞാൻ എൻ്റെ പോയിന്റ്, എൻ്റെ ഇൻ്റലിജൻസിൽ നോക്കിയാലും എൻ്റെ സാമാന്യ ബുദ്ധിയിൽ പരിശോധിച്ചാലും ഞാൻ ചോദിച്ച കാര്യങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഇത്രയും നാളായി അന്വേഷണം എവിടെയാണെന്നുള്ള എൻ്റെ മെയിൻ ചോദ്യം. ശരി, ഇന്നത്തെ ഞങ്ങൾ വ്യക്തമായ പ്രകടന പത്രിക അടിച്ചിറക്കിയിട്ടുണ്ട്. UDFന്റെ പ്രകടന പത്രിക മിനിഞ്ഞാന്ന് എറണാകുളത്ത് ഞങ്ങളെല്ലാവരും ചേർന്ന് അത് പ്രകാശനം ചെയ്തിട്ടുണ്ട്. അതാണ് മെയിൻ പോയിന്റ്സ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളും വെട്ടിക്കുറയ്ക്കുകയും അവർക്ക് പണം അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം, തെരുവ് ശല്യം, അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കുടിവെള്ള വിതരണം, അങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ വയോജന ക്ഷേമ പദ്ധതികൾ, സ്ത്രീകൾക്ക് 13% ഘടക പദ്ധതി, യുവശക്തി, നാടിന് സമ്പത്ത്, മത്സ്യത്തൊഴിലാളികൾക്കായി ഘടക പദ്ധതി, പട്ടികജാതി പട്ടികവർഗ വികസനം കൂടുതൽ മികവോടെ, ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്, ഇത് നിങ്ങൾക്ക് കിട്ടിയതാണല്ലോ. ദീസ് ആർ ദ ഇഷ്യൂസ്. ശരി, ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യം പറഞ്ഞു കഴിഞ്ഞു. നോ മോർ ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ മുൻകാല ബന്ധത്തിൻ്റെ ഓർമ്മയായിരിക്കും.
ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാനും മറുപടി പറഞ്ഞു. എം പിക്ക് പോകാൻ എനിക്ക് തിരക്കൊന്നുമില്ല, എം പിക്ക് വേറെ പോകാൻ. അതാ എം പിയോട് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഒരേ അഭിപ്രായമൊന്നും കോൺഗ്രസ് അങ്ങനെയൊന്നും 100% ഒരേ അഭിപ്രായമൊന്നുമല്ല, വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാവും. അത് ഞങ്ങൾ വാർത്തയായിരിക്കും. ഇല്ല, ഞങ്ങൾ ചർച്ച, നിങ്ങൾ മാധ്യമങ്ങൾ ആളുകളുടെ ഒരു ചെറിയ വാക്കിനെ വളച്ചൊടിക്കാൻ നോക്കണ്ട. ഞങ്ങൾ പാർട്ടി സമിതിയിൽ ചർച്ച ചെയ്യുമ്പോൾ യോജിച്ച തീരുമാനം, ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായം പറയും. ഉണ്ണിത്താനും സണ്ണി ജോസഫിനും 2 അഭിപ്രായം ഉണ്ടാവും. ഒരു ഡിസിഷനിലേക്ക് എത്തിയാൽ ഞാനിവരോട് പറഞ്ഞു, ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ നേതാക്കന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായം കാണും. പക്ഷെ പാർട്ടിയുടെ ഒഫീഷ്യൽ തീരുമാനം പറയേണ്ടത് KPC പ്രസിഡന്റാണ്. KPC പ്രസിഡന്റ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊരു അഭിപ്രായത്തിനൊന്നും ഒരു പ്രസക്തി ഈ പാർട്ടിയില്ല. അതെ, പ്രസിഡന്റ് ആണല്ലോ അയാളെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയ KPC പ്രസിഡന്റ് ആണല്ലോ. അപ്പോൾ പ്രസിഡന്റ് നിലപാട് ക്ലിയർ അല്ലേ? പിന്നെന്തിനാ വെറുതെ ഒരേ വിഷയത്തിൽ നിങ്ങൾ ആവർത്തിച്ച് വിഷയമൊന്നുമില്ല.